ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ മൈ ലൈഫ് തന്നെയാണ്. നമ്മുടെ വീഡിയോസിലെല്ലാം നമ്മുടെ ചാനലിലെല്ലാം ഡേ മൈ ലൈഫ് കാര്യങ്ങളൊക്കെയാണല്ലോ ഉള്ളത്. അപ്പോൾ ഡേ മൈ ലൈഫ് തന്നെയാണ്. നമ്മൾ ഒരുപാട് ദിവസമായല്ലോ കുറേ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്തു തുടങ്ങിയിട്ട്. നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് കുറേ ബ്രേക്കും കാര്യങ്ങളും ഒക്കെ എടുത്തിരുന്നു. കാരണം എന്താണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ രാവിലെ തന്നെ നമ്മുടെ ജോലിയും കാര്യങ്ങളും, അതായത് ഞാൻ കുറച്ച് ലേറ്റായിട്ട്, അതായത് ഒരു 6 മണിയൊക്കെ ആയി ഞാൻ എഴുന്നേറ്റപ്പോൾ. അപ്പോൾ 6 മണിയൊക്കെ ആയി എഴുന്നേറ്റപ്പോൾ. അപ്പം ഞാൻ അതുകൊണ്ട് ആ ഒരു ടൈമിൽ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല. പെട്ടെന്ന് ചടപടയെന്നും പറഞ്ഞ് ജോലികളൊക്കെ ഒതുക്കുക ചെയ്തത്. അപ്പം ഞാൻ എഴുന്നേറ്റിട്ട് അരിയടപ്പത്ത് വെച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സാമ്പാർ പച്ചക്കറികളൊക്കെ തീർന്നിട്ടുണ്ട്. പച്ചക്കറികളും കാര്യങ്ങളും ഒക്കെ തീർന്നിട്ടുണ്ട്. അതായത് പിന്നെ അങ്ങാണ്ട് നുള്ളിപ്പറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അമരക്കയും വെണ്ടയ്ക്ക, അതുപോലെ തന്നെ കത്രിക്ക, പിന്നെ എന്താ പറയുക ഉള്ളി, സവോള, പിന്നെ അതുപോലെ തന്നെ കിഴങ്ങ്, അതെല്ലാം കൂടി ഇട്ട് തോരൻപരിപ്പും സംഭവങ്ങളെല്ലാം കൂടി ഇട്ട് കാട്ടിക്കൂട്ടി ഒരു സാമ്പാർ വെച്ചിട്ടുണ്ട്. അപ്പം അത് ആക്കി. പിന്നെ മുട്ട ഇരിപ്പുണ്ട്, മുട്ട പൊരിച്ച് കൊടുത്തു വിടാമെന്ന് കരുതി. പിന്നെ ഞാൻ കുറച്ച് ഗോതമ്പിൻ്റെ കുറച്ച് ദോശ ഉണ്ടാക്കി, ചായ ഉണ്ടാക്കി. അങ്ങനെ പെട്ടെന്ന് അതെല്ലാം അങ്ങ് ചെയ്തു. അത്രയേ ഉള്ളായിരുന്നു രാവിലത്തെ പണി. അൻവി മോള് താണ്ടെ ആദ്യം ഒന്ന് ഉറക്കം എഴുന്നേറ്റിട്ട് പിന്നെ ഞാൻ ഉറക്കി കിടത്തിയിട്ട് പിന്നെ പെട്ടെന്ന് പോയി ജോലിയൊക്കെ ചെയ്ത് വന്നു. ഇപ്പം മോള് വീണ്ടും എഴുന്നേറ്റു. ഇനി കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഒന്ന് ഉറങ്ങും കേട്ടോ. അവൾ പതിപോലെ തന്നെ രാവിലെ അവൾ താണ്ടെ ഹൈഡി കാണുമോ കൊച്ചു ടി വിയിൽ. അത് അങ്ങനെ ആ കൊച്ചു ടി വിയിൽ അതൊന്നും കാണത്തൊന്നുമില്ല. ചുമ്മാ സൗണ്ട് കേൾക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കും, അത്ര തന്നെ. അല്ലാണ്ട് അവൾ കാണത്തൊന്നുമില്ല. അൻവി മോക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ ഓക്കെ, നമുക്ക് ബാക്കിയുള്ള വിശേഷം കാര്യങ്ങളൊക്കെ കാണാം. ചോറാവുന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ ആക്കിയിട്ടുണ്ട്. സാമ്പാർ ആക്കിയിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ദോശ ആക്കിയിട്ടുണ്ട്. ദോശ ഏട്ടൻ കഴിക്കൂല, എനിക്ക് വേണ്ടി മാത്രം ദോശ. പിന്നെ പോവാൻ ടൈം ആകുമ്പോഴത്തേക്കിന് ഞാൻ കരുതി ഏട്ടന് മുട്ട പൊരിച്ചു കൊടുക്കാമെന്ന് കരുതി. മുട്ടയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സവോള അരിഞ്ഞു വെച്ചു. ഇനി പച്ചമുളകൊക്കെ എടുക്കണം. ഏട്ടൻ കുളിക്കാൻ പോയി കേട്ടോ. ആ സമയത്ത് ഞാൻ മോളെ നോക്കിയതാണ്. ഇപ്പോൾ ഡോറ തുടങ്ങിയിട്ടുണ്ട്. ഡോറ ആണ് അവള്. കഥ ഞാൻ ഒരിടം തുറന്നിട്ട് ഭയങ്കര തണുപ്പ് കാരണം ഞാൻ അടച്ചു. താഴെ ഭാഗത്ത് നമുക്ക് വയലുണ്ട് കേട്ടോ. താഴെ ആ ഒരു ഭാഗത്ത് വയലാണ്. അവിടെ മാത്രമല്ല, നമ്മുടെ ഇവിടെ തൊട്ട് താഴെ ഞങ്ങളുടെ മുത്തശ്ശൻ്റെ വീടാണ്. അതിന് താഴെ മൊത്തം വയലാട്ടോ. ചെടികളൊക്കെ. പിന്നെ ഇതൊക്കെ ഇന്നലെ ഒരു വൈകിട്ട് ഒരു 6 മണി 5:30 കഴിഞ്ഞപ്പോൾ കഴുകിയിട്ട തുണിയാണ്. ഇന്നെനിക്ക് തുണിയും കാര്യങ്ങളൊന്നും കഴുകാൻ ഇല്ല. ചുമ്മാ വെളിയിലോട്ടൊക്കെ വരാൻ ഭയങ്കര തണുപ്പാണ് ഇവിടെ. കിണറിലെല്ലാം കറ്റാർവാഴയൊക്കെ. ഇത് കണ്ടോ, ഒത്തിരി കുഞ്ഞു ചെടി. നമ്മൾ താണ്ടി ഇതിൻ്റെ ഒരു വിത്ത് വീണതാ ഇവിടെ. ഓക്കെ, ഞങ്ങൾ ഹാളിലാണ് കിടക്കുന്നത്. അതുപോലെ മോൾ ഉറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവൾ ഒരു 9 മണിയൊക്കെ കഴിയും എണീക്കാൻ. അപ്പോൾ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ 9 മണിയൊക്കെ കഴിയുമ്പോൾ എണീക്കും. അത് കഴിഞ്ഞിട്ട് കുളിപ്പിക്കണം. ഞാൻ പോയപ്പോഴത്തേനും കഴിക്കട്ടെ. ഇവിടെ ഉറങ്ങുന്ന സമയത്ത് ഞാൻ രാവിലത്തെ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ കഴിച്ചിട്ടൊക്കെ വരാം. ഇപ്പം എനിക്ക് വേണ്ടി മാത്രമേ ഞാൻ ദോശ ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്തേട്ടൻ ഗോതമ്പ് ദോശ കഴിക്കാറില്ല, അതുകൊണ്ട് പിന്നെ എനിക്ക് വേണ്ടി മാത്രമേ ഞാൻ ഉണ്ടാക്കിയുള്ളൂ. കുറച്ച് സാമ്പാറും കൂടി. സാമ്പാർ നമുക്ക് പറയാൻ വേണോണ്ട്. ഓക്കെ, അവളുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവൾ ഉറങ്ങിയിട്ടുണ്ട്. അപ്പം ഉറക്കത്തിൽ നിന്നിട്ട് ഭയങ്കര മൂശാട്ടാണ് പറഞ്ഞത്. നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പം കുഞ്ഞിൻ്റെ 2 തുണിയും കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകിയിട്ടു.
ഇപ്പോൾ ഒരു സമയം ഇപ്പം ഒരു 12 മണിയാവാറായിട്ടുണ്ട് കേട്ടോ. 11 സംതിങ് 11:40 ആയിട്ടുണ്ട്. അപ്പം വിചാരിച്ച് വേറെ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഒന്ന് കിടക്കാമെന്ന് കരുതി. ഉറങ്ങിയിട്ട് നമുക്ക് വൈകിട്ട് കാണാം അല്ലേ. നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പം ഉച്ച വരെ ആയിട്ടുള്ള വീഡിയോ ഉള്ളൂ. പിന്നീടുള്ള വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തില്ല. കാരണം ഞാൻ ഉച്ചയ്ക്ക് ഉറക്കം എഴുന്നേറ്റിട്ട് നോക്കുമ്പം അപ്പുറത്തെ വീട്ടിൽ നിന്നൊരു ബാഡ് ന്യൂസ് ഇങ്ങനെ അറിഞ്ഞു. അപ്പം വീഡിയോ ഒന്നും അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തെടുക്കാൻ പറ്റിയില്ല. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.